നിങ്ങൾ ഈ കാണിക്കുന്ന അബദ്ധമാണ്. ഹൈവേക്കുള്ള GPS സർവേ കഴിഞ്ഞ സ്ഥലമാണിത്. സാറിന് ഇത് സർവേ കഴിഞ്ഞ ഭൂമിയാ. ഞങ്ങക്ക് ഞങ്ങളുടെ മണ്ണ കാലിന്റെ അടിയിലെ മണ്ണൊരിച്ചു പോണതിന്റെ ദണ്ണൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറിന് സർവേ കഴിഞ്ഞ് പോവാം. പിന്നീട് ഓരോരുത്തർ വരും പുതിയ ഓർഡർ ആയിട്ട്. അവര് പറയും ഞങ്ങളോട് ഇറങ്ങി പോവാൻ. ഞങ്ങൾ എങ്ങോട്ട് പോവും സാറേ? ആദ്യം ഞങ്ങൾ എവിടെ പോയി താമസിക്കുന്നു വ്യക്തമായിട്ട് ഒരു പേപ്പറിൽ എഴുതി തരാൻ പറ്റും. അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സർവേ ആണ്. നിങ്ങൾ ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടും. സാറേ 50 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കണവരാ. ഈ മണ്ണിന്റെ മുകളിലുള്ള അവകാശം പറഞ്ഞ് തിണ്ണനിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി സാറേ. ഇന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങളുടെ നെഞ്ചത്ത് കൂടെ ചവിട്ടിയിട്ടാ നിങ്ങൾക്ക് ഇവിടെ റോഡ് പണിയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. എന്താണോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ലേ? സർവേ നടന്നാൽ തനക്ക് വിവരം അറിയും. അങ്ങനെ വരട്ടി ഓടിക്കാൻ നോക്കട്ടെ സാറേ, നടക്കില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ടത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഫോണും തന്നെ. വാടോ. നിങ്ങൾ ഈ സർവേ തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് കോർട്ട് ഓർഡറുമായിട്ട് വരേണ്ടി വരും. Go back, go back, NHA, go back. Go back, go back, NHA, go back. Go back, go back, NHA, go back. ഈ ട്രംബുട്ടായില്ലാതെ പാപ്പൻ എവിടെയും പോവില്ല. അണ്ണാ, നമുക്ക് സമയം കളയാതെ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ടൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കാം. സ്റ്റേഷനിൽ പോയി ഉറപ്പായിട്ട് അവന്മാര് നമ്മളെ ആട്ടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ സർവേ മുടങ്ങി കളിപ്പിലാണ് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് മെമ്പറേയും കൂട്ടി സ്റ്റേഷനിൽ പോവാം. അല്ലാതെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഒരു കാര്യമില്ലാതെ മെമ്പറേ വെറുതെ. നിനക്കൊക്കെ എന്തിനാടാ വെള്ളം? പുറമ്പോക്കി പ്ലാവന കിട്ടില്ലേ? അത് വെച്ചങ്ങ് തുടച്ചാ പോരെ? പറയണ പട്ടി. സാർ SP സാർ, രാജീവനാ. താനൊക്കെ എന്തുകൊണ്ടാക്കോടോ അവിടെ? കഴിഞ്ഞ ആഴ്ച മുതൽ തന്നോട് പറഞ്ഞിരുന്നതാ ഈ സർവേ നടന്നിരിക്കണമെന്ന്. താനെല്ലാം നശിപ്പിച്ചു. സാറേ, പ്രൊട്ടസ്റ്റ് അത്രയ്ക്ക് ശക്തമായിരുന്നു. എന്ത് പ്രൊട്ടസ്റ്റ്? ആ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കരുത് ഞാൻ പറഞ്ഞിരുന്നല്ലേ. താനൊക്കെ കോളനിക്കാരൊക്കെ പാണ്ടി മുള്ളി. നാളെ താൻ എന്നെ വന്ന് കാണാം. സാർ, അവിടെ പണിയറിയാവുന്നതിന് വെച്ച് ഞാൻ കാര്യം നടത്തിക്കോളാം. ഞാനൊക്കെ നിയമം വെച്ച് കളിച്ചാ നീയൊക്കെ വെറും തീട്ടം. ഷഫ്ന സാർ, ഷഫ്ന ഇറങ്ങാറായോ? എന്തു പറ്റി സാർ? ഞാൻ ആ ദിനേശിന്റെ കടയിൽ ഒരു കിറ്റ് പറഞ്ഞിട്ടുണ്ട്. താൻ പോയി മേടിച്ചോണ്ട് വാ. ആ സാർ. സാർ, ആ ഇന്ന് വൈകിട്ട് അനിയത്തിന്റെ എൻഗേജ്മെന്റ് ആണ്. ആ ശരി. എന്താ ശങ്കര? ഇന്നലെ രാത്രി തൊട്ട് വേലയില കാണാനില്ല. എന്താ ചെയ്യോ പോലെ? പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലാത്തവനല്ലേ? അവൻ എവിടെ കറങ്ങി നടന്നാലെന്താ? അതിന് പാപ്പനെ പെണ്ണ് കെട്ടിക്കാൻ വന്നതല്ല, അയാളെ കാണാനില്ലെന്ന് പറയാൻ വന്നതാ. അണ്ണാ, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇയാളെ കൊണ്ട് നടപടിയാവില്ലാന്ന്. വെറുതെ സമയം കളയാനായിട്ട്. ഞാനല്ല, മറ്റാരിടപെട്ടാലും നിങ്ങളുടെ പ്രശ്നം തീരില്ല. അപ്പോ നിങ്ങൾ എവിടെയാ? ഒന്ന് പെട്ടെന്ന് വാ, പാപ്പൻ എത്തിയിട്ടുണ്ട്. പോലീസുകാരാ കൊണ്ടുവന്നിട്ടത്. എന്താ പറ്റേ? എന്തു പറ്റിയാ? എന്തുണ്ടായോ അപ്പാ? എനിക്കൊന്നും ഒരു ഓർമ്മയില്ല. ഞങ്ങളെല്ലാം ഒന്ന് പോയി തരാം. എനിക്കൊന്ന് കിടക്കണം. എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എല്ലാവരും ഒന്ന് പോയേ. ആശാങ്കടന്ന് ഉറങ്ങട്ടെ. എടാ, എല്ലാവരും ഒന്ന് പോയേ, ഞാൻ കൊണ്ടുവന്നു. ചെല്ല്. എടാ, എല്ലാരും വിളിച്ച് പോയേ. ചേച്ചി ബാപ്പു. എടാ അപ്പോ ഒരു വീടാ. സത്യം പറ പാപ്പ, ഏത് പോലീസാ പണി വന്നേ? ഈ കൊല്ലത്തങ്ങാടിയിൽ ഒരു കളവോ കൊലയോ നടന്ന പോലീസുകാരാദ്യം എത്തുന്നോടാ. ശരീരം എത്ര കണ്ടാടാ അപ്പോ?
പാപ്പ കാര്യം പറ പാപ്പ, എന്താ ഉണ്ടായെന്ന് പറ. ഞാനും വരാം. എനിക്ക് കമ്പനിയാ നീ എല്ലാം കണ്ട് പേടിച്ച നാണോ ഇല്ലടാ. എന്റെ പൊന്നു പാപ്പ, ഈ സമയത്താണ്. എടാ അപ്പോ മൂത്രത്തിന് പകരം ചോരടാ വരുന്നേ. പാപ്പ എന്താ പച്ചക്കറി പറയണു? പച്ചക്കറി ഉണ്ടായ മാമാരെ പെരുമാറിയത്. പാപ്പ ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം, നമുക്ക് ആശുപത്രി പോവാ. എനിക്ക് ആശുപത്രി എനിക്ക് പോകണ്ടാ. നീ എന്നെ കുറച്ച് നേരം എന്നെ കെട്ടിപ്പിടിച്ചിരുന്നാ മതി. ഞാൻ ഇവിടെ ഇരുന്നോളാം പാപ്പ. എടാ എടാ രമേശ, അണ്ണാ ആരെങ്കിലും വാടാ. പാപ്പ എടാ വാടാ ആരെങ്കിലും. പാപ്പ കണ്ണടക്കല്ലേ. നീ എന്തെങ്കിലും കിതക്കുന്നേ? അച്ഛനെവിടെ? അണ്ണൻ വരുന്നുണ്ട്. ഞങ്ങളാ CA പണിഞ്ഞ് അവ ഇനി എണീറ്റ് നടക്കണ്ട. നിങ്ങളിത് എന്തൊക്കെയാ ചെയ്യണേന്നറിയോ അപ്പു? എന്തൊക്കെ ചെയ്താലും നമ്മുടെ പാപ്പൻ അനുഭവിച്ച പോലെ വരില്ലല്ലോ. അണ്ണൻ ടെൻഷൻ അടിക്കണ്ട, വാ. എന്താടാ നീ ഒന്ന് ആത്തി കയറി. നീ അണ്ണന്റെ ബാഗ് വെക്കി. എടാ ചന്ദ്രമയ്ക്കലോട് ഞാൻ സംസാരിച്ചിട്ട് എല്ലാം ശരിയാക്കാന്നാ പറയുന്നത്. അതുവരെ നിങ്ങളൊന്ന് മാറണം. ആത്തി കയറി പറയാം. ഞാൻ തെങ്കാശിയിലുള്ള ശെൽവളനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി അങ്ങനെ പോകണ്ട. ഞാൻ എന്തായാലും പുലർച്ചെ കൊണ്ട് പോകും. നീ സന്തോഷം കൂട്ടി കൊണ്ട് വന്നാൽ മതി. എൻ്റെ വിഷമം അതല്ല, നമ്മളെല്ലാവരും കൂടി പോയി അവർ ബസ്സാറിയ കയറുമെന്ന് എൻ്റെ പേടി. എന്നാ എല്ലാവർക്കും പിടി കൊടുക്ക. നീ ഒന്നും മിണ്ടായിരിക്കും. പുറത്താകെ പോലീസാ. പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞാൽ നടപടിയാണ് കേസല്ല. നാളെ ഒന്ന് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാൽ മതി.
അതാ സേഫ്. പിന്നെ അണ്ണന് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോലീസുകാരായി പെട്ടാ അതവിടെ തീർന്നു.